ഹായ് ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും ലേണിംഗ് സ്പോട്ടിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 3ാം ക്ലാസ്സിലെ EVSലെ ഫസ്റ്റ് ചാപ്റ്ററായ ഗ്രീൻ എർത്താണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ശരി, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്താണ് മക്കളെ? ഗ്രീൻ എർത്ത്. ഗ്രീൻ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? പച്ച അല്ലേ? എർത്ത് എന്ന് പറഞ്ഞാലോ ഭൂമി. അപ്പോൾ ഗ്രീൻ എർത്ത് എന്ന് പറഞ്ഞാൽ പച്ചപ്പ് നിറഞ്ഞ ഭൂമി. അപ്പോൾ നമ്മുടെ ഭൂമിയിലെ പച്ചപ്പിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഭൂമിയിലെ പച്ചപ്പ് എന്ന് പറഞ്ഞാലോ അത് സസ്യങ്ങളാണ്, പ്ലാന്റ്സ് ആണ് അല്ലേ? സസ്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത്. നമ്മുടെ ഭൂമിക്ക് ഗ്രീൻ എർത്ത് എന്ന് പറയാൻ കാരണം എന്തായിരിക്കും? എന്താണ് മക്കളെ? നല്ല പച്ചപ്പ് നിറഞ്ഞ ഭൂമിയാണ് അല്ലേ? കുറേ മരങ്ങളും പച്ച വിരിച്ച പാടങ്ങളും പച്ച നിറഞ്ഞ മലകളും ചെടികളും സസ്യങ്ങളും നിറഞ്ഞ എല്ലാം കൊണ്ടും സമ്പന്നമായ ഈ ഭൂമിയെ നമ്മുടെ സ്വന്തം നാടായ നമ്മുടെ കേരളത്തെ തന്നെ നമുക്ക് എന്ത് വിളിക്കാം? ഹരിതഭൂമി അല്ലെങ്കിൽ ഗ്രീൻ എർത്ത് എന്ന് വിളിക്കാം. ഈ ഹരിതഭൂമി എന്ന പാഠത്തിൽ തുടക്കത്തിൽ തന്നെ എന്താണ്? ഒരു പാട്ടാണ് അല്ലേ? ഒരു കവിതയാണ്. ശരിക്കും ഇതൊരു കവിതയല്ല, ഇതെന്താണ്? ഒരു കളിയാണ്. ഈ കളി നമുക്കൊന്ന് കളിച്ചു നോക്കിയാലോ? എന്നാൽ എല്ലാവരും തയ്യാറായിക്കോളൂ. ഈ കളിയുടെ പേരാണ് ഗോ ടച്ച് ആൻഡ് കം ലിറ്റിൽ ബേർഡ്. ഫ്ലൈ അവേ ഫ്ലൈ അവേ ഫ്ലൈ ലിറ്റിൽ ബേർഡ്, ഗോ ടച്ച് ദ ഗ്രീൻ ട്രീ ആൻഡ് കം ലിറ്റിൽ ബേർഡ്. വിച്ച് ട്രീ ഡിഡ് ദ ബേർഡ് ടച്ച്? വാട്ട് ഈസ് ഇറ്റ്സ് നെയിം? ക്യാൻ യു ടെൽ ഇഫ് ഇറ്റ് ഈസ് ബിഗ് ഓർ സ്മോൾ? എന്താണ് പറയുന്നത്? പോയി തൊട്ട് വാ പൈങ്കിളിയേ അല്ലേ? ആ കിളി എന്ത് ചെയ്യാണ്? ഫ്ലൈ അവേ ഫ്ലൈ അവേ ഫ്ലൈ ലിറ്റിൽ ബേർഡ്. പാട്ട് പാടിക്കൊണ്ട് പറന്നു പോയിട്ട് എന്ത് ചെയ്യണം? ഗോ ടച്ച് ദ ഗ്രീൻ ട്രീ ആൻഡ് കം ലിറ്റിൽ ബേർഡ്. ആ പച്ച മരത്തിനെ തൊട്ടിട്ട് വരണം. വിച്ച് ട്രീ ഡിഡ് ദ ബേർഡ് ടച്ച്? ഏത് മരത്തെയാണ് തൊട്ടത്? വാട്ട് ഈസ് ഇറ്റ്സ് നെയിം? അതിൻ്റെ പേരെന്താണ്? ക്യാൻ യു ടെൽ ഇഫ് ഇറ്റ്സ് ബിഗ് ഓർ സ്മോൾ? ആ മരം എന്താണ്? ബിഗ് ആണോ സ്മോൾ ആണോ എന്ന് പറയാനാണ് പറഞ്ഞത്. ഫ്ലൈ അവേ ഫ്ലൈ ലിറ്റിൽ ബേർഡ്. കൊച്ചു പക്ഷിയെ നീ എന്ത് ചെയ്യുക? പറന്ന് പറന്ന് ഗോ ടച്ച് ദ ഫ്ലവർ ആൻഡ് കം ലിറ്റിൽ ബേർഡ്. നീ പോയിട്ട് ആ ഫ്ലവറിനെ ടച്ച് ചെയ്യൂ. വിച്ച് ഫ്ലവർ ഡിഡ് ദ ബേർഡ് ടച്ച്? നീ ഏത് ഫ്ലവറിനെയാണ് തൊട്ടത്? വാട്ട് ഈസ് ഇറ്റ്സ് നെയിം? ആ ഫ്ലവറിൻ്റെ പേരെന്താണ്? ക്യാൻ യു ടെൽ ദ കളർ ഓഫ് ദ ഫ്ലവർ? ആ പൂവിൻ്റെ കളർ ഏതാണ്? ഫ്ലൈ അവേ ഫ്ലൈ ലിറ്റിൽ ബേർഡ്. കൊച്ചു പക്ഷിയെ നീ എന്ത് ചെയ്യുക? പറന്ന് പറന്ന് ഗോ ടച്ച് ദ ലീഫ് ആൻഡ് കം ലിറ്റിൽ ബേർഡ്. നീ പോയി ആ ചെടിയുടെ പ്ലാന്റ്സിൻ്റെ ഇലയെ ടച്ച് ചെയ്യൂ. വിച്ച് ലീഫ് ഡിഡ് ദ ബേർഡ് ടച്ച്? നീ ഏത് ലീഫാണ് ടച്ച് ചെയ്തത്? വാട്ട് ഈസ് ഇറ്റ്സ് നെയിം? അതിൻ്റെ പേരെന്താണ്? ക്യാൻ യു ടെൽ ദ ഷേപ്പ് ഓഫ് ദ ലീഫ്? ആ ലീഫിൻ്റെ ഷേപ്പ് എന്താണ്? ഡിഡ് യു സീ ദ ചിൽഡ്രൻ ഹു ആർ സിംഗിങ് ആൻഡ് ഡാൻസിങ്? പാട്ടുപാടി കളിക്കുന്ന കുട്ടികളെ നിങ്ങൾ കണ്ടില്ലേ? ഷാൽ വി പ്ലേ ദിസ് ഗെയിം? ഈ കളി നമുക്കും കളിച്ചാലോ? വിച്ച് പ്ലാന്റ്സ് വെർ യു ഏബിൾ ടു ടച്ച് വെൻ യു പ്ലേഡ്? കളിച്ചപ്പോൾ ഏതെല്ലാം സസ്യങ്ങളെ തൊടാൻ അവസരം ലഭിച്ചു? വിച്ച് അതർ പ്ലാന്റ്സ് ഡു യു നോ? ഇതുപോലെ നിങ്ങൾക്കറിയാത്ത ഒരുപാട് സസ്യങ്ങളുണ്ടോ? റൈറ്റ് ദം ഇൻ യുവർ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറി. ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യാം? അന്വേഷിച്ചറിഞ്ഞിട്ട് പരിസര പഠന പുസ്തകത്തിൽ എഴുതൂ. കോക്കനട്ട് ട്രീ, ജാക്ക് ഫ്രൂട്ട് ട്രീ, ഹിബിസ്കസ്, തുളസി, മാരിഗോൾഡ്, മാംഗോ ട്രീ, ജാസ്മിൻ. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് പ്ലാന്റ്സിൻ്റെ പാർട്സിനെ കുറിച്ചാണ്. വിച്ച് പാർട്സ്? സൈറ ഈസ് ഡ്രോയിങ് ദ പിക്ചർ ഓഫ് എ പ്ലാന്റ്. വാട്ട് ആർ ദ അതർ പാർട്സ് ടു ആഡ് ഇൻ ദ പിക്ചർ? കംപ്ലീറ്റ് ദ പിക്ചർ ആൻഡ് റൈറ്റ് ദ പാർട്സ്. ഇവിടെ ഇനി എന്താണ് എഴുതാനുള്ളത്? ഇവിടെ റൂട്ട് മാത്രമാണ് എഴുതിയിട്ടുള്ളത്. ഇനി ലീഫ് ഉണ്ട്, ഇലയുണ്ട്, സ്റ്റെം ഉണ്ട്, തണ്ടുണ്ട്, ഫ്രൂട്ട്, പഴമുണ്ട്, ഫ്ലവർ, പൂവുണ്ട്. ഇതെല്ലാം ഈ ചിത്രത്തിൽ വരച്ച് ചേർത്തിട്ട് കൂടുതൽ നിറം കൊടുത്ത് ഭംഗിയാക്കുക. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ലെറ്റ് us ക്ലാസിഫൈ. സസ്യങ്ങളെ, പ്ലാന്റ്സിനെ നമുക്ക് എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം, തരം തിരിക്കാം.
ഡു യു തിങ്ക് ഓൾ ദ പ്ലാന്റ്സ് യു സീ ആർ സിമിലിയർ? നിങ്ങൾക്കറിയാവുന്ന എല്ലാ സസ്യങ്ങളും ഒരുപോലെയാണോ? വാട്ട് ആർ ദ ഡിഫറൻസസ്? എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ? എന്തെല്ലാമാണ് വ്യത്യാസങ്ങളുള്ളത്? കുട്ടികളെ, നിങ്ങളുടെ ചുറ്റുപാടും ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട് അല്ലേ? ജാക്ക് ഫ്രൂട്ട് ട്രീ ഉണ്ട്, മാംഗോ ട്രീ ഉണ്ട്, റോസ് ഉണ്ട്, ഹിബിസ്കസ് ഉണ്ട്, ഇക്സോറ ഉണ്ട്. ഈ സസ്യങ്ങൾ, ഈ പ്ലാന്റ്സുകളൊക്കെ തമ്മിൽ എന്തൊക്കെയാണ് ഡിഫറൻസസ് ഉള്ളത്? അവയുടെ ഡിഫറൻസസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സൈസിൽ ഡിഫറൻസ് ഉണ്ട് അല്ലേ? കുട്ടികളെ, നിങ്ങളുടെ ചുറ്റും ഒന്ന് കണ്ണോടിച്ചാൽ നിങ്ങൾക്കറിയാം എല്ലാ പ്ലാന്റ്സും ഒരേ സൈസാണോ ഉള്ളത്? അല്ല. മാംഗോ ട്രീ, അതിൽ നിന്നും ഒരുപാട് ഡിഫറൻസ് ഉണ്ട് ജാസ്മിന് അല്ലേ? കാരണം മാംഗോ ട്രീ വലുതാണ്, ജാസ്മിൻ പ്ലാന്റ്സ് എന്താണ്, ചെറുതാണ്. അതുപോലെ ജാക്ക് ഫ്രൂട്ട് ട്രീ വളരെ വലിയ സൈസാണുള്ളത്. എന്നാൽ ഹിബിസ്കസ്, ഇക്സോറ, ലോട്ടസ് ഇതൊക്കെ എന്താണ്, സ്മോൾ സൈസാണ്. ബിഗ് സൈസ് ഉള്ളതുണ്ട്, സ്മോൾ സൈസ് ഉണ്ട്. അപ്പം പ്ലാന്റ്സിൽ എന്തുണ്ട്, സൈസിൽ എന്തുണ്ട്, ഡിഫറൻസസ് ഉണ്ട് അല്ലേ? അതുപോലെ അതിൻ്റെ ഹാർഡ്നെസ്, കാഠിന്യം, കട്ടി. മാംഗോ ട്രീയുടെ സ്റ്റെമ്മിൻ്റെ അത്ര ഇല്ല എന്ത്, ജാസ്മിന് അല്ലേ? ജാസ്മിൻ്റെ സ്റ്റെമ്മിൻ്റെ അത്ര ഇല്ല എന്ത്, ലോട്ടസിൻ്റെ സ്റ്റെമ്മ് അല്ലേ? കട്ടി കുറഞ്ഞ സ്റ്റെമ്മാണുള്ളത്. അപ്പം പ്ലാന്റ്സുകൾ തമ്മിൽ എന്തുണ്ട്, ഹാർഡ്നെസ്സിൽ ഡിഫറൻസസ് ഉണ്ട്. അടുത്തതായിട്ട് എന്താ ഡിഫറൻസ് ഉള്ളത് നോക്കാം. ലൈഫ് സ്പാൻ, അതിൻ്റെ ആയുസ്. അതായത് പ്ലാന്റ്സുകൾ തമ്മിൽ എന്തുണ്ട്, ആയുസ്സിൽ വ്യത്യാസമുണ്ട്. മാംഗോ ട്രീ, ജാക്ക് ഫ്രൂട്ട് ട്രീ, കോക്കനട്ട് ട്രീ ഇതൊക്കെ എന്താണ്, ഒരുപാട് ലൈഫ് സ്പാനുള്ള ട്രീസാണ്. എന്നാലോ നമ്മുടെ ഇക്സോറ, റോസ്, ഹിബിസ്കസ് എന്നിങ്ങനെ ഇവയ്ക്കൊന്നും എന്തില്ല, നമ്മുടെ മാംഗോ ട്രീയുടെയും ജാക്ക് ഫ്രൂട്ടിയുടെയും അത്രയൊന്നും ആയുസില്ല. അതുപോലെ ഇത്രയും ആയുസില്ലാത്ത പ്ലാന്റ്സ് ഉണ്ട്. നമ്മുടെ പാഡി, നെല്ല് അല്ലേ? നെല്ലിന് എത്രയേ ഉള്ളൂ, കുറഞ്ഞ ആയുസേ ഉള്ളൂ. അതുപോലെ ടൊമാറ്റോ പ്ലാന്റ്സ്, തക്കാളി, അതുപോലെ സ്പിനാച്ച്, ചീര, ലേഡീസ് ഫിംഗർ, വെണ്ട ഇതിനൊക്കെ എന്താണ്, ലൈഫ് സ്പാൻ എന്താണ്, കുറച്ചേ ഉള്ളൂ. അത് പെട്ടെന്ന് എന്ത് ചെയ്യും, കുറച്ച് കാലം കഴിയുമ്പോൾ നശിച്ചു പോകും. അപ്പം നമ്മുടെ പ്ലാന്റ്സുകൾ തമ്മിൽ ലൈഫ് സ്പാനിൽ എന്തുണ്ട്, ഡിഫറൻസ് ഉണ്ട്. അടുത്തതായിട്ടുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഹാബിറ്റാറ്റാണ്. അവ ജീവിക്കുന്ന സ്ഥലത്തിൽ എന്തുണ്ട്, വളരുന്ന സ്ഥലത്തിൽ വ്യത്യാസമുണ്ട് അല്ലേ? ചില സസ്യങ്ങൾ എന്തായിരിക്കും, അവ വെള്ളത്തിലായിരിക്കും വളരുന്നത് അല്ലേ? നമ്മുടെ ലോട്ടസ്, ആമ്പൽ പോലുള്ള പ്ലാന്റ്സൊക്കെ എന്താണ്, വെള്ളത്തിലാണ് വളരുന്നത് അല്ലേ? അപ്പം ചില സസ്യങ്ങൾ എന്തായിരിക്കും, കരയിലായിരിക്കും. ചില സസ്യങ്ങൾ എന്തായിരിക്കും, വെള്ളത്തിലായിരിക്കും വളരുക. ഇത് കൂടാതെ അവയുടെ ലീഫിലും ഫ്ലവേഴ്സിലും ഫ്രൂട്ടിലൊക്കെ എന്തുണ്ട്, ഡിഫറൻസ് ഉണ്ട്. അടുത്തതായി പേജ് നമ്പർ 9 ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. വിച്ച് പ്ലാന്റ്സ് ഡു യു സീ ഇൻ ദ പിക്ചർ? ചിത്രത്തിൽ ഏതെല്ലാം സസ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്? വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദെയർ സ്റ്റെം? ഇവിടെ തണ്ടുകളുടെ സവിശേഷതകൾ എന്തെല്ലാമാണ്? വാട്ട് ആർ ദ ഡിഫറൻസസ് ഇൻ ദെയർ സൈസ്? വലുപ്പത്തിൽ എന്തെല്ലാം വ്യത്യാസങ്ങളുണ്ട്? ഹൗ ലോങ് വിൽ ദേ ലീവ്? ഇവ എത്ര കാലം നിലനിൽക്കുന്നു? നമുക്ക് നോക്കാം. വിച്ച് പ്ലാന്റ്സ് ഡു യു സീ ഇൻ ദ പിക്ചർ? ഏതൊക്കെ പ്ലാന്റ്സ് ആണ് ഈ ചിത്രത്തിലുള്ളതെന്ന് നമുക്ക് നോക്കാം. പാഡി, നെല്ല്, ഇക്സോറ, ചെത്തി, ഹിബിസ്കസ്, ചെമ്പരത്തി, സ്പിനാച്ച്, ചീര, ബനിയൻ ട്രീ, ആൽമരം, ടച്ച് മീ നോട്ട് പ്ലാന്റ്, തൊട്ടാവാടി, മാംഗോ ട്രീ, മാവ്, റോസ്, പനിനീർ പൂവ്, കോക്കനട്ട് ട്രീ, തെങ്ങ്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദെയർ സ്റ്റെം? ഈ സസ്യങ്ങളുടെ എല്ലാം, പ്ലാന്റ്സിൻ്റെ എല്ലാം സ്റ്റെം ഒരുപോലെയാണോ? വാട്ട് ആർ ദ ഡിഫറൻസസ് ഇൻ ദെയർ സൈസ്? എല്ലാ സസ്യങ്ങളും ഒരേ വലിപ്പമാണോ? ഹൗ ലോങ് വിൽ ദേ ലീവ്? ഇവ എത്ര കാലം ജീവിക്കുന്നു? മാർക്ക് യുവർ ഒബ്സർവേഷൻ വിത്ത് എ ടിക്ക് ഇൻ ദ ടേബിൾ. നിങ്ങളുടെ നിരീക്ഷണങ്ങളെല്ലാം ഈ കാണുന്ന പട്ടികയിൽ ടിക്ക് ചെയ്യാം. ഒബ്സർവ് ദ പ്ലാൻ ഇൻ ദ സ്കൂൾ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ. സ്കൂൾ ജൈവ വൈവിധ്യ ഉദ്യാനത്തിലുള്ള സസ്യങ്ങൾ നിരീക്ഷിച്ച് പട്ടിക പൂർത്തിയാക്കൂ. ഈ ടേബിളിൽ എന്താണ് ഫില്ല് ചെയ്യാനുള്ളത്?
നമ്മുടെ പ്ലാന്റ്സിൻ്റെ നെയിം ഉണ്ട്. അതേപോലെ അതിൻ്റെ സ്റ്റെം എങ്ങനെയുള്ളതാണ്, സോഫ്റ്റ് ആണോ, ഹാർഡ് ആണോ, വെരി ഹാർഡ് ആണോ, അതുപോലെ സൈസ് സ്മോൾ ആണോ, ബിഗ് ആണോ, വെരി ബിഗ് ആണോ, ഹൗ ലോങ് വിൽ ഇറ്റ് ലീവ്, അതേ എത്ര കാലം ആയുസുണ്ട്, എത്ര കാലം നിലനിൽക്കും. എക്സാമ്പിൾ ഇവിടെ സ്പിനാച്ച് തന്നിട്ടുണ്ട്. സ്പിനാച്ച് എന്ന് പറഞ്ഞാൽ ചീര അല്ലേ. ചീരയുടെ സ്റ്റെം എങ്ങനെയാണ്, സോഫ്റ്റ് ആണ്, അതിൻ്റെ സൈസ് സ്മോളാണ്, അതിൻ്റെ ആയുസ് എന്താണ്, കുറച്ച് മാസങ്ങൾ, മന്ത്സേ അത് ജീവിക്കുന്നുള്ളൂ. നെക്സ്റ്റ് ഹിബിസ്കസ് ആണ്. ഹിബിസ്കസിൻ്റെ സ്റ്റെം എങ്ങനെയാണ്, ഹാർഡാണ്, അതേ സൈസ് ആണെങ്കിൽ ബിഗ് ആണ്, ഒരു ഇടത്തരം വലുപ്പമാണുള്ളത്. അതിൻ്റെ ആയുസ് എങ്ങനെയാണ്, ഹൗ ലോങ് വിൽ ഇറ്റ് ലീവ്, അത് ഇയേഴ്സ് മാത്രമാണ് ജീവിക്കുന്നത്. ഇതുപോലെ ബാക്കി ടേബിളും കൂടി നിങ്ങൾ പൂരിപ്പിക്കുക. വാട്ട് ഡിഡ് യു ലേൺ ഫ്രം ദ ടേബിൾ? ഈ ടേബിൾ പരിശോധിച്ചപ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? The plants around us have differences in their size, stem and lifespan. നമുക്ക് ചുറ്റും കാണുന്ന സസ്യങ്ങൾ വലുപ്പം, തണ്ട്, നിലനിൽക്കുന്ന കാലം എന്നിവയിൽ വളരെയധികം വ്യത്യാസമുണ്ട്. രണ്ടാമത്തെ പോയിന്റ്, സം പ്ലാന്റ്സ് ഹാവ് സോഫ്റ്റ് സ്റ്റെം ആൻഡ് സം പ്ലാന്റ്സ് ഹാവ് ഹാർഡ് സ്റ്റെം ബട്ട് സം പ്ലാന്റ്സ് ആർ വെരി ഹാർഡ്സം. ചില സസ്യങ്ങളുടെ തണ്ട് മൃദുവായതും ചില സസ്യങ്ങളുടെ തണ്ട് കാഠിന്യമുള്ളവയുമാണ്. എന്നാൽ ചില സസ്യങ്ങളുടെ തണ്ടിന് വളരെയധികം കാഠിന്യമുണ്ട്. ദ തേർഡ് പോയിന്റ്, സം പ്ലാന്റ്സ് വിൽ ലീവ് 4 months only ആൻഡ് സം ഓഫ് ദം വിൽ ലീവ് 4 years. There are some plants that will live for many years. അതായത് മാസങ്ങൾ മാത്രം നിലനിൽക്കുന്ന സസ്യങ്ങളും വർഷങ്ങളോളം നിലനിൽക്കുന്ന സസ്യങ്ങളും വളരെയധികം വർഷങ്ങൾ നിലനിൽക്കുന്ന സസ്യങ്ങളുമുണ്ട്. നെക്സ്റ്റ് പോയിന്റ് എന്താണ്? പ്ലാന്റ്സ് വിത്ത് സോഫ്റ്റ് സ്റ്റെം ആൻഡ് സ്മോൾ സൈസ് വിൽ ലീവ് ഫോർ ഫ്യൂ മന്ത്സ് ഒൺലി. അതായത് മൃദുവായ തണ്ടുകളുള്ള വലിപ്പം കുറഞ്ഞതുമായ സസ്യങ്ങൾ എന്ത് ചെയ്യുന്നു, കുറച്ചു കാലം മാത്രം നിലനിൽക്കുന്നവയാണ്. പ്ലാന്റ്സ് വിത്ത് വെരി ഹാർഡ് സ്റ്റെം ആൻഡ് ലാർജ് സൈസ് വിൽ ലീവ് ഫോർ മെനി ഇയേഴ്സ്. അതായത് വളരെ കാഠിന്യമുള്ള സ്റ്റെമ്മുള്ള, കട്ടിയുള്ള സ്റ്റെമ്മുള്ള, വലിപ്പമുള്ള സസ്യങ്ങൾ എന്ത് ചെയ്യും, ദീർഘകാലം നിലനിൽക്കുന്നവയാണ്. ഇന്നത്തെ EVSൻ്റെ ക്ലാസ്സിൽ നമ്മൾ പ്ലാന്റ്സിൻ്റെ ഒരുപാട് ഡിഫറൻസസ് പഠിച്ചു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരുപാട് അറിവുകളുമായി വരാം. ഓക്കെ, ബൈ.